ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നാട്ടിൽ ഫുൾ മഴയാണ്. നാട്ടിലെ പിള്ളേർക്കൊക്കെ ഇപ്പം സ്കൂൾ തുറന്നാണ്, ഞങ്ങൾക്കിപ്പോൾ അവധിയാണ്. അപ്പം ഞങ്ങൾക്ക് ഹോംവർക്കൊക്കെ ചില സമയത്ത് ചെയ്യും, പിന്നെ ബോറടിക്കും. ആ സമയത്ത് അമ്മ ചുമ്മാ ടിഷ്യൂ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാനും അതിൻ്റെ കൂട്ട് പിടിച്ചിട്ടാണ് ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഫസ്റ്റ് തന്നെ ബണ്ണി, ഇത് ഞങ്ങൾ ബോറടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമെന്ന് തോന്നുന്നു, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരറ്റ് പോലെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ കുടിക്കുന്ന ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, അത് വെച്ച് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു പൂ പോലെ, ലോട്ടസ് പൂ അങ്ങനെ പറയായിരിക്കും, ഒരു പൂ പോലെ ഉണ്ടാക്കി ബോറടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഗൈസ്. അതിൻ്റെ അടുത്തതെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശകലം സ്കെച്ചൊക്കെ അതിൻ്റെ കളർ ചെയ്തിട്ട് വെള്ളം വെച്ച് സ്പ്രിങ്കിൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. പിന്നെ അടുത്ത പൂക്കൾ, ഇതെന്തോ നിങ്ങൾ വിചാരിക്കും സെയിം തന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പ് പോലെ. ബോട്ടിൽ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയട്ടെ, ഒരു വീസോ എന്തോ വെക്കുന്ന സംഭവം പോലെ ഉണ്ടാക്കി. അപ്പം ഞാനിതുണ്ടാക്കിയതാണ്. ഇതുപോലെ സെയിം തന്നെയാണ്, ഇങ്ങനെ സ്കെച്ച് വെച്ച് ചെയ്തു. ചില സമയത്ത് ഇത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് അലങ്കോലമാവും, അപ്പോൾ ശകലം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കിയത്, ഞാനും അമ്മയും കൂടെ കൂട്ടുപിടിച്ചുണ്ടാക്കിയത് കേട്ടോ. ഇത് അമ്മ എന്നെ ശകലം സഹായിച്ചു ഈ പൂ ശകലം ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ പറ്റിയില്ല, ഇതും അമ്മ എന്നെ സഹായിച്ചു ഗൈസ്. ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ് ഇടയ്ക്ക് വെച്ച് കെട്ടിയൊക്കെയാണ്. ഇതൊക്കെ നല്ല രസമല്ലേ. ഇങ്ങനെ സ്കൂള് തീർന്നു എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഹോളിഡേ ആണ്. ആ സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്ത് ഇരിക്കാൻ നേരത്ത് ബോറടിക്കില്ല ഗൈസ്. ചില സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കളിക്കാൻ പോകും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഈ ടിഷ്യൂ ചുരുട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുത്തണം. എന്നിട്ട് ശകലം കളർ അടിച്ച് കൊടുത്താൽ മതി. ഇതെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല ഗൈസ്. ഇത് അമ്മ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ അമ്മയുടെ കൂട്ട് പിടിച്ചു. ഈ മണ്ടവശം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇതും എൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരുമിച്ചിട്ടിരിക്കാൻ. ഇതെന്ന് പറയുമ്പം ക്യാരറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ റാബിറ്റാണ് ഗൈസ്. ഇങ്ങനെ മുഖം കണ്ടോ, ഇതിൻ്റെ മുഖം, അതിൻ്റെ കൂടെ ചെവി കണ്ടോ, ചെവിയിൽ ഇങ്ങനെ കളർ അടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. കണ്ടോ? അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ഫുള്ള് മഴയാണ് ഗൈസ്. നാട്ടിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. തന്നെയൊന്നും വീടില്ല കേട്ടോ. ആരോഗ്യം, ഹെൽത്താണ് നമ്മളുടെ മെയിൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഹെൽപ്പ് എടുക്കണം കേട്ടോ. ഇത് അത്രയും ഈസി അല്ല കട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഇത് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹെൽപ്പ് എടുത്തിട്ടാണ് ചെയ്തത്. ഇതെനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ മുറിക്കാൻ നേരത്തെ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ പീസൊക്കെ കയ്യെ കൊണ്ട് കയറാൻ ചാൻസ് കാണും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോടോ ആരെങ്കിലോടോ ഹെൽപ്പ് ചോദിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്നുവെച്ചാൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പൂ എന്തെങ്കിലും വേറെ ഏതൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ വേറെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. നമുക്കിങ്ങനെ ഓരോരോ നിങ്ങൾ കണ്ടിട്ടില്ല, മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കളർഫുൾ ബോട്ടിൽ പോലെ ആക്കണം. അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഇതിൻ്റെ ക്യാപ്പില്ലേ ഫ്രണ്ട്സ്, ഇതിൻ്റെ ക്യാപ്പ് അത് വെച്ച് ഒത്തിരി സംഭവങ്ങൾ ചെയ്യാം. ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ റബ്ബർ ബാൻഡ് കെട്ടി വെച്ചാണ്. പിന്നെ അത് ഒത്തിരി ഇറക്കി കിടക്കുന്ന ഇത് കീറിപ്പോൾ ടിഷ്യൂ വെച്ചാട്ടോ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളിത് ഊരി വെച്ചേക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ അത് കീറിപ്പോയാണ് ഫ്രണ്ട്സ്. ഇത് കണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ സൈഡിൽ ഇങ്ങനെ വെക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അത് പിന്നെ ഇങ്ങനെ വീഴുമായിരുന്നു. അതുകൊണ്ട് ഞാൻ
ഇങ്ങനത്തെ ഒരു സഹായം എടുത്ത് ചെയ്തതാണ്. കണ്ടോ ഗൈസ്, ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചത് കണ്ടോ, ഇത് കീറിപ്പോയി ശകലം. പക്ഷെ അത്രയും കീറി പോകത്തില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ചുമ്മാ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് സ്കെച്ചൊക്കെ വെച്ച് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ റാബിറ്റ് ക്യാരറ്റ് തിന്നുവാണ് ഗൈസ്. ക്യാരറ്റിന് മറ്റേ അല്ല, ഇത് ക്യാരറ്റ്. ഓക്കെ, അപ്പം അയ്യോ ഇതൊന്നും ഇങ്ങനെ നേരെ ഇരിക്കട്ടെ. അപ്പോൾ വീണ്ടും ഓർഗനൈസ് ചെയ്ത് നോക്കുക. ഈ സംഭവം ഇവിടെ വരും, ഇതവിടെ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ബൈ.